നമ്മൾ ഈ പുരയില പറമ്പില കയറി നിറഞ്ഞ പള്ളിക്കാരൻ നമ്മളെ ഈ നാട്ടിൽ നിർത്തൂല. നീ എഴുത്ത് കൊടുത്താലും കുഴപ്പമില്ല, ഓരുടെ കയ്യിൽ പിടി കൊടുക്കല, മനസ്സിലായി? മതി, ആരും കാണില്ല. പോ. കരിയിലെല്ലാം കൊണ്ട് വാരി കൂട്ടിക്കോ, ബാക്കി പണി നാളെ ആകാം. ആ പശ കാറ്റിയത് മൂടിയിട്ടുണ്ടാ? ഇല്ല, തുറന്നിട്ടിരിക്കുക. പോയി മൂടിയേക്കടാ. എന്താ അവിടെ? ആരാത്? എന്തോ ഒരു സാധനം അങ്ങോട്ട് ഉരുണ്ടുപോയി. ആ കരിയിലെ പിന്നിലുണ്ട്. പെരുന്നാളിന്റെ അന്ന് അന്യം കൊണ്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോവും. അതുവരേക്കും ആ ഹാജിയാർ അന്നക്കയറി പിടിക്കരുത്. അതിനൊരു ഭയമുണ്ട്. ആമിന, മുല്ലപ്പൂ മണിയറ ഒരുക്കോ ഒന്നും വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. ഓരോരുത്തരുടെ കണ്ണുകടി കൊണ്ടാ അന്നെ ഞമ്മക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ പോലും കഴിയാഞ്ഞത്. ആമിന, അന്റെ കൽബും പടക്കുന്നുണ്ടല്ലേ? നമ്മളെ മുഴുവനായിട്ടും എനിക്ക് തന്നിക്കണ്. ഈ എന്താ ചെയ്തോ? പോയപ്പോ കേവി കയറി വന്നിക്കടാ. അതേടാ, നിന്റെ കെട്ടിയവനെ ചോദിച്ച് ഇപ്പൊ എന്റെ മോളാക്കാനായിട്ട് നമ്മളെ പോരെന്ന് ഇറങ്ങി പോടി കേവി. എന്താടാ പന്നി വിളിച്ചത്? എന്താടാ ഇവിടെ ഒരു ബഹളം? മേത്തൊരു കേവി കയറിയിരിക്കണ്. അത് തുണി എവിടെടാ? ഓള് വലിച്ചു കയറി നമ്മളെ ചെവി കടിച്ചു പറിച്ച്. ഞമ്മടെ പുരയില് ഞമ്മളോട് ചോദിക്കാണ്ട് ഏത് കേവിയാടാ കയറിയത്? ഞമ്മക്കൊന്നറിയാം. എന്താ നിന്റെ പേര്? കുട്ടിയുമാ. നിന്റെ തിത്തയ്യും തകതയോ ഒന്നും ഇരുന്തലക്കാരനോട് വേണ്ട. ഒഴിഞ്ഞു പോ. ഇല്ല, പോല. മര്യാദക്ക് ഇറങ്ങിപ്പോകുന്നോ അതോ അടിച്ചിറക്കണോ? ആ ചൂറിലൊക്കെ പിടിച്ച് വാങ്ങിട്ട് ഓനിക്കിട്ട് 4 കൊടുത്താലുക്കാ. ഓനിക്കല്ല, ഓനെ കൊണ്ട് ഈ പണി ചെയ്യിക്കാൻ നമുക്ക് മൊയ്തുട്ടിക്കാ കൊടുക്കേണ്ടത്. കള്ള ഹിമാറ്. ഓനെ തല്ലോ പിന്നെ മുത്തം കൊടുക്കാനാ? ഹലാക്കിന്റെ പണികൾ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോ ആലോചിക്കണാർന്ന്. വായ തുറക്കണ്ട, പിന്നെ നാട്ടാരുടെ തല്ലി ഞമ്മക്കാവും. നമ്മൾ പെരുന്നാൾ വരയ്ക്ക് ആ ഹാജിയാർ ഓളെ തൊടാണ്ടിരിക്കാൻ ഒരു ഭയ പറഞ്ഞു കൊടുത്തതല്ലേ? കണ്ടോണ്ടിരിക്കുക കാര്യങ്ങൾ കുഴപ്പാക്കണ്ട. ഇവിടെ നിൽക്കണ്ട. ഓ, ഇവിടെ നിന്നാ എനിക്ക് പിരാന്താവും. നമ്മുടെയൊക്കെ മയ്യത്ത് ഇങ്ങനെങ്കിലും ഒന്ന് പോയി പറയും. കൊണ്ടുകൊണ്ടോ വേഗം. എന്താ പോയി കൊല്ലി? അനക്കായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ തുലക്കാനാണ് എന്റെ പുറപ്പാടെങ്കിൽ ഇജ്ജ് പോയി കൊല്ലി. ഈ കോപ്രാട്ടികൾ കണ്ടും കേട്ട് നിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ലേ നമ്മൾ വായി മൂടി കെട്ടി നിൽക്കണത്.
ഈ കൊടുമ കണ്ടിട്ട് നമ്മളെ കൈയും തരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മളൊന്ന് കൈ നോക്കിയാല് അതോടെ തീരാൻ പോണത് എന്റെ ആമിനാടെ കൂടെ ജീവിതമാ. പേപ്പട്ടിയെ തല്ലണ പോലെ തല്ലിയിട്ടും മയങ്ങി വീണിട്ടും ഓളെല്ലാം സഹിക്കണത് എന്റെ കൂടെ കൈവിടെന്നുള്ള പൂതി കൊണ്ടാ. അനക്കത് വേണമെങ്കിൽ പോ, തല്ല കൊല്ല എന്താ ചെയ്യ്, എന്ത് ഹലാക്കെങ്കിലും ചെയ്യും. ഇത്ര നാള് വെള്ളാട്ട പോക്കർന്ന് പറഞ്ഞ് ഈ ബലാല നാട്ടാരെ മുഴുവൻ പറ്റിച്ചിരുന്നാലേ ഒക്കെ ഇവന്റെ കയ്യാങ്കലായിരുന്നു. രാത്രിയിൽ ഈ നിൽക്കുന്ന ആയമ്മന്റെ കൂടെ സേവ കൂടെ നമ്പൂരിശം പോണത് ആരും കാണാണ്ടിരിക്കാൻ പറ്റിച്ച പണിയാ. ഒന്നല്ല മൂന്നാളായി പോക്കര്. ഒന്ന് മറയുമ്പോ മറ്റവൻ വരും, മറ്റവൻ മറയുമ്പോ മൂന്നാമത്തവൻ വരും. അതുകൊണ്ടല്ലേ നാട്ടുകാർ ജില്ലെന്ന് നനച്ചേ. മൊയ്തുട്ടിയാചാര കാര്യസ്ഥൻ ചാപ്പുണ്യാരെ വീടരല്ലേ ഈ പെണ്ണ്? അത് തന്നെ എല്ലാത്തിനും ഈ രാത്രി തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി കാട്ടിക്കൊള്ളണം. ഒരു തല്ലേ കൊല്ലേ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അയ്യോ ചതിക്കല്ലേ ഹാജിയാരെ. ഈയുടെ പഞ്ചാര വാക്കും മന്ത്രവും കണ്ട് പറ്റിപ്പോയൊരബദ്ധം. പുറത്തറിഞ്ഞ തൂങ്ങിച്ചാവും അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. അയ്യോ വള്ളക്കിട്ടോട്ടും 7 ദിവസം ഈ പന്നിന്റെ മോറ് കണ്ട് നമ്മൾ പനിച്ചു കിടന്നേ. ഉപ്പ് തിന്നും വെള്ളം കുടിച്ചു തന്നെ ആവണം. വിളി നാട്ടാരെ. ഒന്നും വേണ്ടാന്ന് നിങ്ങൾ വരി, നമ്മൾ പറയാം എന്താ വേണ്ടതെന്ന്. എന്താ ഈ ഇമാറ് പൊന്നിന്റെ മുട്ടയിടുന്ന താറാവാണ്. ഒറ്റപറ്റൊന്ന് കൊല്ലണത് ബുദ്ധിയല്ല. എന്താണ് മൊയിലേറെ പോലമണ? ഇപ്പം നമ്മൾ പറയണത് ഇരുന്തലക്കാടൻ തട്ടൂല, ഇരുന്തലക്കാടൻ പറയണത് മൊയ്തുട്ടിയാജിയും തട്ടൂല. അപ്പൊ നമ്മക്ക് വേണ്ടത് ഇവനെ കൊണ്ട് മൊയ്തുട്ടീനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കണതല്ലേ അതിന്റെ ഒരു ബുദ്ധി. ഇതെന്ത് പറ്റി നമ്പൂരിച്ച? ഒന്ന് വീണു. നിങ്ങളോ? എന്താ എനിക്ക് വീണൂടെ? അല്ല നിങ്ങളെ പോലെ വലിയൊരാള് അടി തെറ്റിയ ആനയും വീഴും. മൂക്കൂത്തിയിട്ടാണോ വീണത്? മൂക്കുത്തി ഇല്ലായിരുന്നു, 2 കടുക്കന് മാലയിട്ടാ വീണത്. അതല്ല, എങ്ങനാ വീണതെന്ന്. ഒരു 7 ഗ്രാം ഇല്ലത്തേക്ക് വരിക കാണിച്ചു തരാം. കാലത്തെ കിന്നാരം കൊണ്ട് ഇറങ്ങിയിരിക്കണു. ഞാൻ ചിലപ്പോ മലന്ന് വീണെന്നിരിക്കും, ചരിഞ്ഞ് വീണെന്നിരിക്കും. തനിക്ക് എന്താണോ ചേതം? ഹാജർ ഇങ്ങോട്ട് വരിക. എന്താ നമ്പൂരിച്ച? ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. അത്രേ ഉള്ളൂ. നിങ്ങളെ കണക്ക് കേട്ട് തരും, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. സലീമേ, ആ കണക്കല്ല ഹയ്യരെ, നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള കണക്കാ തെറ്റിയത്. നിങ്ങൾ തെളിച്ചു പറയ്. ഇന്നലെ നിങ്ങളുടെ കബഡി നിരത്തുമ്പോ കൈയൊന്ന് മറച്ചു. വയസ്സായി വരികയല്ലേ, കുറച്ച് കൊയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ മതി. സലീമേ, ഇയാള് ഞാൻ പറയണ മുഴുവൻ അങ്ങോട്ട് കേൾക്കുക. ആമിനയുടെ കാര്യം ഞാൻ പറയണേ. ആ ബന്ധം ശരിയാവില്ല. നിങ്ങളതങ്ങ് വേണ്ടാന്ന് വെച്ചേക്ക്. എന്താ അമ്പൂരിച്ച, നിങ്ങളെ തല തിരിഞ്ഞു പോയാ? ആ ഇത്തിരി ഇങ്ങോട്ട് തിരിഞ്ഞു. ഒടുക്കത്തിടിയില്ലായിരുന്നുവോ? അല്ല, വീണപ്പോ തലയിടിച്ച് തിരിഞ്ഞ കാര്യം പറഞ്ഞ. അതല്ല, നിങ്ങൾ എന്താ ഇപ്പൊ വാക്ക് മാറ്റി പറയണത്? കബഡി നിർത്തി കണ്ടതാ ഞാൻ പറഞ്ഞത്. അവളുടെ മേത്ത് കൂടിയിരിക്കുന്ന ബാധ അത്ര വേഗം ഒഴിഞ്ഞു പോവില്ല. അടിച്ച തിരിച്ചടിക്കണ ജാതിയാ. അതൊരു പട് കേവിയല്ലേ, അതിനെ കൊണ്ട് തിരിച്ചടിക്കാൻ പറ്റുമോ? കൂടെ വേറെ ആളുണ്ട്. ആരോള മാമയാ? ആരുണ്ടായാലും ഇങ്ങക്ക് എന്താ? നാട്ടിലുള്ള പിശാസിനെയും ഭൂതത്തിനെയും ഒക്കെ പിടിച്ചു കെട്ടണം. നിങ്ങൾക്ക് ഈ പീറ ഉമ്മുമാനെ ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. നിങ്ങളല്ലേ പറഞ്ഞത് 3ാമത്തെ ബീവിയിൽ ഞമ്മക്കൊരു മോൻ ജനിക്കുന്നു? അത് പറഞ്ഞു. നിങ്ങളല്ലേ ഞമ്മളെ കൊണ്ട് 10,000 ഉറുപ്പ്യ മുടക്കിച്ചിട്ട് മൂത്രം കാട്ടി ഹോമം നടത്തിയത്? പുത്രകാമേഷ്ടി. അതെന്ത് കുന്തെങ്കിലാവട്ടെ, നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പ സമയം നന്നായിരുന്നു, ഇപ്പം മോശ. ഇനിയും നന്നായാല? എനിക്ക് തോന്നുന്നില്ല. എന്റെ കാര്യം പറഞ്ഞ നിങ്ങൾക്ക് നന്നാവാം. എന്നാൽ അതുവരെ നമ്മൾ കാത്തിരുന്നോളാം. ഇങ്ങളെ കൊണ്ട് ഈ ഉമ്മുമ്മാനെ ഒഴിപ്പിക്കാൻ പറ്റൂലെങ്കിൽ അത് പറ, നമ്മൾ പുറത്തുനിന്ന് വേറെ മുന്തിയ ആളെ കൊണ്ടുവന്നോളാം. അത് വേണ്ട, ഞാൻ ഒന്നുകൂടി കബഡി നിരത്തി നോക്കട്ടെ. നിരത്ത് നന്നാവിടെ വരെ നിരത്ത്. വെറുതെ ഇരുന്ന് നമ്മളെ കൽപ്പില്
വേണ്ടാത്ത പൂതിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ മൊയ്തൊല്ലാൻ പറയണ ഞമ്മക്ക് ആമിനാന്റെ കുഞ്ഞിന്റെ ബാപ്പയായ പറ്റൂ. ഭഗവതി